നമസ്തേ. ഗുരുശിഷ്യ പാരസ്പര്യം ഇവിടെ ഇതാ സംഭവിച്ചു കഴിഞ്ഞു. ഗുരുവും ശിഷ്യനും ഒരേകതാനതയിലെത്തി. ഗുരുവിന്റെ കൃപാസ്യന്തനം ശിഷ്യനിലേക്ക് ഒഴുകിത്തുടങ്ങി. കാരുണ്യമാകുന്ന മന്ദമാരുതൻ ഗുരുവിൽ നിന്ന് ശിഷ്യനിലേക്ക് വീശിത്തുടങ്ങി. അതിന്റെ ഒരു സന്തോഷത്തിലാണ് ശിഷ്യൻ. ഞാൻ ആഗ്രഹിച്ചിരുന്ന സന്നിധിയിൽ ഇതാ വന്നു ചേർന്നിരിക്കുന്നു, എത്തിച്ചേർന്നിരിക്കുന്നു. സന്തോഷത്തോടുകൂടി ഗുരുനാഥൻ എന്നെ സ്വീകരിച്ചിരിക്കുന്നു. ഗുരുവിലെ ഞാൻ ചെയ്ത നമസ്കാരവും സേവയുമൊക്കെ അർത്ഥമുള്ളതായിട്ട് തീർന്നിരിക്കുന്നു. ഗുരുവെന്നിൽ സംപ്രീതനായി എന്നെ ഇതാ ശിഷ്യനായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞു. അപ്പോഴാണ് ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ഒരു പ്രത്യേക പാരസ്പര്യം അവിടെ ഉണ്ടായത്. അത് ശിഷ്യന് വളരെ സന്തോഷം ഉളവാക്കുന്ന കാര്യമായിരുന്നു. ഗുരുവിനും നല്ല ഗുരുനാഥനെ കിട്ടിയ സന്തോഷത്തിലാണ് ശിഷ്യൻ. ഊഹാപോഹ വിചക്ഷണനായ ഒരു ശിഷ്യൻ തന്റെ അടുത്ത് വന്നു ചേർന്ന സന്തോഷത്തിലാണ് ഗുരുനാഥൻ. അങ്ങനെ രണ്ടുപേരും ആനന്ദത്തില് ആറാടിക്കൊണ്ടിരിക്കുന്ന വേളയില് ജിജ്ഞാസുവായ ഈ സുകൃതി ഗുരുനാഥനോട് രണ്ട് ചോദ്യം ചോദിക്കുകയാണ്. ഒന്നാമത്തേത്, ഞാൻ ആരാണ്? അടുത്തത്, ഈ പ്രപഞ്ചം എവിടെ നിന്നുണ്ടായി? ഈ രണ്ട് ചോദ്യമാണ് ശിഷ്യോത്തമന് ഗുരുവിനോട് ചോദിക്കാനുണ്ടായിരുന്നത്. ഞാൻ ആരാകുന്നു? ഈ പ്രപഞ്ചം എവിടെ നിന്നാണ് സംഭവിച്ചത്? ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവ് ആരാണ്? ഞാൻ അമ്മയുടെ ഉദരത്തിലെ വന്ന് പിറന്നു, പിന്നീട് ഞാൻ ജനിച്ചു വീണു, ഞാൻ പാല് കുടിച്ചു, ഞാൻ കളിച്ചു, ചിരിച്ചു, കരഞ്ഞു, ഞാൻ സ്കൂളിൽ പോയി, ഞാനിപ്പോൾ ഇതാ അങ്ങയുടെ അടുത്ത് വന്നു ചേർന്നിരിക്കുന്നു. പിറന്നു വീണ ഞാനല്ല ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ശാരീരികമായിട്ട് ശരീരത്തിന് വളരെയധികം മാറ്റം സംഭവിച്ചു കഴിഞ്ഞു. ജനിച്ചപ്പോൾ ഞാൻ 3 കിലോ 250 ഗ്രാമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോഴ് ഗുരുസവിധത്തിൽ അങ്ങയുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ എനിക്ക് ഏതാണ്ട് 30 കിലോ ഭാരമുണ്ട്. അന്ന് എൻ്റെ കൈയും കാലും ഒന്നും ഇത്രയും വലിപ്പം ഉണ്ടായിരുന്നില്ല. വളരെ ചെറുതായിരുന്നു എൻ്റെ ശരീരത്തിന്റെ അവയവങ്ങൾ. പക്ഷെ ഇപ്പോൾ അതിനേക്കാളൊക്കെ വളർന്ന് വലുതായിരിക്കുന്നു. എൻ്റെ തലമുടി അന്ന് ഉള്ളതിനേക്കാളും വളർന്നു. കാലും കൈയും കണ്ണും ചെവിയും നാക്കും മൂക്കും ഒക്കെ വളർന്നു. പക്ഷേ ഞാനെന്ന് പറഞ്ഞിരുന്ന ആ ഒരു തത്വം മാറിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അമ്മയുടെ ഉദരത്തിൽ വന്നു എന്ന് തോന്നിയ ആ തോന്നലാണ് ഞാനെന്ന ഭാവത്തില് ഈ 15ാമത്തെ വയസ്സിലും അനുഭവപ്പെടുന്നത്. അപ്പം ഞാൻ മാറ്റമില്ലെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എൻ്റേതൊക്കെ മാറിപ്പോയി. എൻ്റെ ശരീരത്തിന് മാറ്റമുണ്ടായി, മനസ്സിന് മാറ്റമുണ്ടായി, ബുദ്ധിക്ക് മാറ്റമുണ്ടായി, ചിന്താഗതികൾക്ക് മാറ്റമുണ്ടായി. അങ്ങനെ എൻ്റേതിനെല്ലാം മാറ്റമുണ്ടായി. പക്ഷേ ഞാൻ മാത്രം മാറിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഗുരു. അപ്പൊ ഈ ഞാൻ ആരാണ്? ഗുരു അങ്ങനെ സുസ്മേരവതനായി ഈ ചോദ്യം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ശിഷ്യന്റെ വിശദീകരണം ഗുരുവിനെ വളരെയധികം സന്തുഷ്ടനാക്കി. അതിന്റെ ഒരു രസം പിടിച്ച് അങ്ങനെ അദ്ദേഹം ശിഷ്യന്റെ സംഭാഷണമൊക്കെ കേട്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഞാനിന് മാറ്റമില്ലല്ലോ ഗുരു, ഇതെന്താണിത്? ഇതിന്റെ രഹസ്യം എന്താണെന്ന് എനിക്ക് അറിയില്ല, അങ്ങ് പറഞ്ഞു തരണം. പിന്നെ മറ്റൊന്നുള്ളത് എനിക്ക് തോന്നിയത്, ഞാൻ ജനിച്ച് വീണപ്പോഴ് എൻ്റെ അമ്മയെ കണ്ടു, ചുറ്റുപാടുമുണ്ടായിരുന്നവരെ കണ്ടു. പിന്നീട് വീടിന് പുറത്തു കൊണ്ടുവന്നപ്പോൾ എനിക്ക് പ്രകാശം അനുഭവപ്പെട്ടു.
സൂര്യനെ കണ്ടു, ചന്ദ്രനെ കണ്ടു, ദിനരാത്രങ്ങൾ ഞാൻ അനുഭവിച്ചു, ഭൂമിയെക്കുറിച്ച് അറിഞ്ഞു. പിന്നീട് ഞാൻ സ്കൂളിൽ പോയപ്പോൾ എൻ്റെ അധ്യാപകര് പ്രപഞ്ചവിജ്ഞാനിയും എനിക്ക് പറഞ്ഞു തന്നു. സൂര്യചന്ദ്രന്മാരെ ഉൾക്കൊള്ളുന്ന ഒരു സൗരയൂഥ ഘടകത്തെക്കുറിച്ച് എനിക്ക് മനസ്സിലായി. അങ്ങനെ കോടാനുകോടി സൗരയൂഥ ഘടകങ്ങൾ ഉണ്ടെന്ന് ഞാൻ അധ്യാപകരിൽ നിന്നും വായിച്ചുമൊക്കെ മനസ്സിലാക്കി. അപ്പൊ ഈ പ്രപഞ്ചം അനന്തവും അജ്ഞാതവും അവർണ്ണനീയമാണെന്ന് അതിനകത്ത് എഴുതിയിരിക്കുന്നു. ചിന്തിച്ചു നോക്കിയപ്പോൾ അത് ശരിയാണെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള ഈ പ്രപഞ്ചം എങ്ങനെയുണ്ടായി, എവിടെ നിന്നുണ്ടായി? ഞാൻ എൻ്റെ തുച്ഛമായ മേധ കൊണ്ട് ചിന്തിച്ചിട്ട് എനിക്കിതിന് പിടികിട്ടുന്നില്ല ഗുരുനാഥ. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയെപ്പറ്റി കൂടി അങ്ങ് എനിക്കൊന്ന് പറഞ്ഞു തരണം. ഈ രണ്ടു കാര്യങ്ങള് അറിയാനുള്ള ആകാംക്ഷയിലാണ് ഞാൻ. എനിക്കിത് കേട്ടേ അറിഞ്ഞേ പറ്റൂ. മറ്റുള്ള അറിവുകളെക്കുറിച്ചൊന്നും എനിക്കിപ്പോൾ വലിയ ചിന്തയില്ല. ആ അറിവുകളൊക്കെ ശരിയാവട്ടെ തെറ്റാവട്ടെ, ഞാൻ ഇന്നലെ വരെ അറിഞ്ഞത്. ഇനിയും അറിയാനുള്ള അറിവുകളൊക്കെ അവിടെ ഇരിക്കട്ടെ. പക്ഷെ എനിക്കിപ്പോഴ് ഉത്തരം കിട്ടേണ്ടത് ഈ രണ്ടു ചോദ്യങ്ങൾക്കാണ്. ഞാൻ ആരാണെന്നും ഈ പ്രപഞ്ചം എവിടെ നിന്നുണ്ടായി എന്നും. പ്രപഞ്ച അതീത കാലം മുതല്, അല്ലെ പ്രപഞ്ചമുണ്ടായ കാലം മുതല് മനുഷ്യൻ ഈ ലോകത്തിൽ ജനിച്ചു വീണ കാലം മുതല് ചോദിക്കപ്പെടുന്ന രണ്ട് ചോദ്യങ്ങളാണ്. ഞാൻ പലതും അറിയുന്നു. ഞാൻ ബാല്യാവസ്ഥ കഴിഞ്ഞു, യൗവനാവസ്ഥ, ഞാൻ യുവാവായിരിക്കുന്നു, ഞാൻ കൗമാരക്കാരനായിരിക്കുന്നു, ഞാൻ വൃദ്ധനായിരിക്കുന്നു. ഇങ്ങനെ ബാല്യവും കൗമാരവും യൗവനവും വൃദ്ധാവസ്ഥയും ഒക്കെ വന്നപ്പോൾ എൻ്റെ ശരീരത്തിന്, മനസ്സിന്, ബുദ്ധിക്ക് ഒക്കെ മാറ്റം വന്നെങ്കിലും ഞാൻ മാറാതെ നിൽക്കുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. അപ്പൊ ഈ മാറാതെ നിൽക്കുന്ന ഞാൻ ആരാണ്? ഇതെനിക്ക് അറിയണം. മറ്റു പലതും അറിഞ്ഞതുകൊണ്ടോ അറിയാതിരുന്നത് കൊണ്ടോ വലിയ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടിയേ പറ്റൂ. ഞാൻ കുറേ നാളുകളായിട്ട് ഇതിന്റെ ഉത്തരത്തിന് വേണ്ടി, ഇതിന്റെ ഒരു ശരിയായ ഉത്തരം കിട്ടാൻ വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. അതിന് പറ്റിയ ഒരാളെ കിട്ടണം, ഇതിന് ഉത്തരം പറഞ്ഞു തരാനുള്ള ആളെ കിട്ടണമെന്ന് വിചാരിച്ചപ്പോഴാണ് എനിക്ക് അങ്ങയുടെ സവിധത്തിലെത്താൻ സാധിച്ചത്. അങ്ങനെ ഞാൻ വളരെ സന്തുഷ്ടനാണിപ്പോൾ. എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ അസന്തുഷ്ടി നിൽക്കുന്നുമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ രണ്ടു ചോദ്യങ്ങൾക്ക് എനിക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരം കിട്ടാത്തത് കൊണ്ടുള്ള ഒരു വല്ലാഴിക എൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് സ്നേഹസമ്പന്നനായ ഗുരുനാഥനോട് ഇവിടെ ശിഷ്യൻ ചോദിക്കുകയാണ്, അല്ലയോ ഗുരുനാഥ, എനിക്ക് ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം തന്നേ പറ്റൂ. അങ്ങ് എനിക്കിത് പറഞ്ഞു തരണം. നിർബന്ധപൂർവം പറയുകയാണ്. അല്ലയോ സ്വാമി, അങ്ങ് എനിക്ക് പറഞ്ഞു തരണം. അല്ലയോ പ്രഭു, അവിടുന്ന് എനിക്ക് ഇത് പറഞ്ഞു തരാനുള്ള കരുണ അവിടുന്ന് ഉണ്ടാവണം. അവിടുന്ന് ഹൃദയത്തിൽ നിന്ന് ഊറി വരണം. വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്, ആവർത്തിച്ച് ചോദിക്കുകയാണ്. വേറൊരു ചോദ്യവും ഇദ്ദേഹത്തിന് ചോദിക്കാനില്ല ഈ ശിഷ്യന്. അതുകൊണ്ട് വീണ്ടും വീണ്ടും ഗുരുനാഥനെ നിർബന്ധിക്കുക, എനിക്കിതിന് ഉത്തരം തന്നേ പറ്റൂ, ഉത്തരം തന്നേ പറ്റൂ. ഗുരുനാഥന് ഇതിന് ഉത്തരം കൊടുക്കാൻ ശേഷിയുള്ളവനാണ്. ഇതെന്നും ജിജ്ഞാസുവായിട്ടുള്ളവൻ. അധ്യാത്മപന്ഥാവിലെ ഒരു പ്രക്രിയയാണ് നമ്മളിപ്പോൾ ഇവിടെ വിവരിച്ചത്. 1856 ചെമ്പഴന്തിയിൽ പിറന്ന നാണു എന്ന ബാലനും ഈ ഒരു ത്വര, ഈ ഒരു ജിജ്ഞാസ ഉള്ളില് കടന്നുകൂടി. ശ്രദ്ധയുണ്ടായി, ശ്രദ്ധാവിവേശ. ആ ശ്രദ്ധയുണ്ടായിട്ടാണ് ഗുരുക്കന്മാരെ തേടി നടന്ന് പലരെയും കണ്ടു. വേണ്ടതുപോലെ തൃപ്തി ഉണ്ടായില്ല. അവസാനം ഒരു തീരുമാനത്തിലെത്തി. ഞാൻ ഇതിനെ കണ്ടെത്തുമെന്നുള്ള ഉറച്ച തീരുമാനം. അങ്ങനെ
മരുത്വാമലയിലേക്ക് പദമൂന്നി കയറി മുകളിലേക്ക് പോയ നാണുവിന് ഇതാ 10,000 സൂര്യന്മാര് ഉദിച്ചുയരുന്നത് പോലെ ഈ 2 ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടിയിരിക്കുന്നു. ഗുരുവിന് കിട്ടിയ ആ ഉത്തരമാണ് ശ്രീനാരായണ ഗുരുദേവ കൃതികളായിട്ട് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ പുണ്യ ഗ്രന്ഥം. ആ ഗ്രന്ഥത്തെ ഗുരുവെന്ന് സങ്കൽപ്പിച്ചുകൊണ്ട്, ഗുരുവെന്ന് കണ്ടുകൊണ്ട്, ഗുരുപാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ആനന്ദമായ ഊർജമിരിക്കുന്ന നിലവറയിലേക്ക് നമുക്കൊന്ന് കടക്കാൻ ശ്രമിക്കാം. ഗുരുകാരുണ്യമുണ്ടാവട്ടെ. നന്ദി.